നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നിൻ മനോജ്ഞരൂപമെന്റെ മുന്നിലൊന്നു കാണണം. നിൻ മധുര ഗീതമെന്റെ കാതിലൊന്നു കേൾക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ശുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മഹാഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നിനക്കു നിത്യമായി വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം സദേനമായി ലഭിച്ചിടാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ആയപ്പറമ്പ് ഗാന്ധി ഭവൻ സ്നേഹവീട്ടിലെ മാനേജർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ധർമ്മജിത്ത് സാർ, ശ്രീ സുരേഷ് കുമാർ സാർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, നാദബ്രഹ്മം കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് നാദബ്രഹ്മം എന്ന സംഗീത കൂട്ടായ്മ രൂപീകൃതമായതിന്റെ 1ാം വാർഷികം ആഘോഷിക്കുന്നതിനാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി എത്തിച്ചേർന്ന വിയ്യൂപുരം സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ധർമ്മജിത്ത് സാറിനെ ചീഫ് അഡ്മിൻ വിനോദേട്ടന്റെ പേരിലും എല്ലാ അഡ്മിൻസിന്റെ പേരിലും നാദബ്രഹ്മം കുടുംബാംഗങ്ങളുടെ പേരിലും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ആമുഖ പ്രസംഗം നടത്തുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന റിട്ടയേർഡ് അധ്യാപകനായ ശ്രീ TM സുരേഷ് കുമാർ സാർ നാദബ്രഹ്മം കുടുംബാംഗങ്ങളുടെ പേരിലും ചീഫ് അഡ്മിൻ വിനോദേട്ടന്റെ പേരിലും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗാന്ധി ഭവൻ സ്നേഹവീട് ഡയറക്ടർ മുഹമ്മദ് ഷമീർ സാർ ചീഫ് അഡ്മിൻ വിനോദേട്ടന്റെ പേരിലും നാദബ്രഹ്മ കുടുംബാംഗങ്ങളുടെ പേരിലും എല്ലാ അഡ്മിൻസിന്റെ പേരിലും എൻ്റെ പേരിലും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രവീന്ദ്ര പുരസ്കാരം, സത്യജിത് റേ ഫിലിം അവാർഡ്, ഗാനഗന്ധർവൻ KJ യേശുദാസ് ചെയർമാനായിട്ടുള്ള മലയാളം ചലച്ചിത്ര പിന്നണി ഗായകരുടെ സംഘടനയായ സമത്തിന്റെ ഗുരുവന്ദനം പ്രോഗ്രാം എന്നിവയ്ക്ക് വേണ്ടിയുള്ള പുരസ്കാരങ്ങൾ നിർമ്മിക്കുന്നു, സ്നേഹോപഹാരങ്ങളും നിർമ്മിക്കുന്നു. ചലച്ചിത്ര ഗാന രചയിതാവ്, സംഗീത സംവിധായകൻ, മിനിയേച്ചർ നിർമ്മാണം, ഫിലിം ആർട്ട് വർക്ക്, ഫ്ലവേഴ്സ് TVയുടെ കോമഡി ഉത്സവം ഗഞ്ചിര ആർട്ടിസ്റ്റും നാദബ്രഹ്മം കുടുംബാംഗവുമായ ശ്രീ അജിത് പുനല്ലൂരിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സത്യജിത് റേ ഷോർട്ട് ഫിലിം അവാർഡ് ജേതാവും സിനിമാ താരവുമായ ശ്രീമതി അമ്പിളി ഔസേപ്പിനെ നാദബ്രഹ്മം കുടുംബാംഗങ്ങളുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സംഗീത സംവിധായകനും അസിസ്റ്റന്റ് ചീഫ് അഡ്മിൻ കനികയുടെ മകനുമായ ആനന്ദ് JK വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തമായി ഗാനം രചിച്ച് സംവിധാനം ചെയ്യുകയും തൻ്റെ വിദ്യാലയത്തിൽ പാടുകയും ചെയ്തിട്ടുണ്ട്. വിനോദേട്ടൻ രചിച്ച് ആനന്ദ് മോൻ സംവിധാനം നിർവഹിച്ച് നാദബ്രഹ്മം കുടുംബാംഗമായ മായാശ്യാം കൊയ്പ്പുള്ളിക്കാരായ്മ ഭഗവതിയുടെ ഗാനം ആലപിച്ചിരിക്കുന്നു. മോനെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാദബ്രഹ്മം കുടുംബാംഗം പ്രിയ ഗായിക മായാശ്യാം കുമാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സംഗീത സംവിധായകനും വിനോദേട്ടന്റെ സുഹൃത്തുമായ അനീഷ് തുമ്പണിയെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി അമ്പിളി ഔസേപ്പിനോടൊപ്പം എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്ന സിനിമാ സംവിധായകൻ ശ്രീ ജയരാജ് വിജയ് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരാകാൻ കഴിയാത്ത വിനോദേട്ടൻ ചീഫ് അഡ്മിനാണ്. അദ്ദേഹത്തിന്റെ ഫാമിലിയെ നാദബ്രഹ്മ കുടുംബാംഗങ്ങളുടെ പേരിലും എല്ലാ അഡ്മിൻസിന്റെ പേരിലും എൻ്റെ പേരിലും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയ അഡ്മിനും സംഗീത സംവിധായകനുമായ വർഗീസ് ചേട്ടൻ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. വർഗീസ് ചേട്ടൻ്റെ ഫാമിലിക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാദബ്രഹ്മം കുടുംബാംഗങ്ങൾക്കും ഗാന്ധി ഭവനിലെ കുടുംബാംഗങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗാന്ധി ഭവൻ ചെയർമാനായ G. രവീന്ദ്രൻ സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനരചയിതാവ് SS ബിജുവിനെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഉൾപ്പെടുത്തി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. അടുത്തതായി അനുസ്മരണ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ശ്രീ അജിത് പുനലൂരിനെ സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി നമ്മുടെ റിട്ടയർ അധ്യാപകൻ സുരേഷ് സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ വിയപുരം സബ് ഇൻസ്പെക്ടർ സത്യജിത് സാർ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചില തിരക്കുകളുള്ള കാരണം പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സുരേഷ് സാർ ഉദ്ഘാടനം ചെയ്തതാണ്. സാറ് വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മുടെ ഗാന്ധി ഭവൻ സ്നേഹവീട് സാക്ഷ്യം വഹിക്കുന്നത്. ഈ ദിനത്തിലെ വൈവിധ്യങ്ങളായ പരിപാടികളാണ് നമ്മൾ നാദബ്രഹ്മം സംഗീത കൂട്ടായ്മ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഏവരുടെയും അനുഭവത്തോടു കൂടി നിർവഹിക്കട്ടെ. ആദരിക്കുന്നതിന് വേണ്ടി അജിത് പുനലൂരിനെ ക്ഷണിക്കുകയും ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി സുരേഷ് കുമാർ സാറിനെയും ക്ഷണിക്കുന്നു. അടുത്തതായി അജിത് പുനലൂരിനെ ആദരിക്കുന്നതിന് വേണ്ടി നാദബ്രഹ്മം സംഗീത കൂട്ടായ്മയുടെ അഡ്മിൻ അമ്പിളി ഉണ്ണിയെ ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി അജിത് പുനലൂരിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി സുപ്രസിദ്ധ സിനിമാ താരം അമ്പിളി ഔസേം സ്ഥലത്തെത്തിയിട്ടില്ലെന്നാണ് അറിയുന്നത്. അടുത്തതായി യുവ സംഗീത സംവിധായകൻ ആനന്ദ് JK ആനന്ദിനെ ആദരിക്കുന്നതിന് വേണ്ടി അമ്പിളി തൃശ്ശൂരിനെ ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങാൻ ആനന്ദ് JKയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ചീഫ് അഡ്മിൻ വിനോദേട്ടൻ്റെ പ്രിയ സൗഹൃദം
അനീഷ് സിംഫണിയെ ആദരിക്കുന്നതിന് നാദുരമ്പം സംഗീത കൂട്ടായ്മയുടെ പ്രിയപ്പെട്ട കുടുംബാംഗം അർജുൻ ചേട്ടനെ ക്ഷണിക്കുന്നു. അടുത്തതായി നാദുരമ്പ സംഗീത കൂട്ടായ്മയുടെ പ്രിയാംഗം മായ ശ്യാംകുമാറിനെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സുരേഷ് കുമാർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരവ് ഏറ്റുവാങ്ങാൻ മായ ശ്യാംകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ല ആദരവോടുകൂടിയാണ് ധന്യമായ ഈ മുഹൂർത്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. നാദുരമ്പം സംഗീത കൂട്ടായ്മയുടെ അഡ്മിൻ കനിക ചേച്ചിയെ ആദരിക്കുന്നതിനായി സിന്ധു ചാലക്കുടിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങാൻ കനിക ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ പ്രോഗ്രാമിൽ എത്തിച്ചേരാൻ കഴിയാതെ പോയിട്ടും ആ ഉത്തരവാദിത്വം വളരെ ഹൃദയത്തോടെ ചേർത്ത് വെച്ച് നമ്മളോടുള്ള സ്നേഹം ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സാബു തോമസ് സാറിനെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് അയച്ച ധർമ്മജിത്ത് സാറിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ധർമ്മജിത്ത് സാറിന് നൽകാനിരുന്ന സ്നേഹോപകാരം ഏറ്റുവാങ്ങുന്നതിനായി സാബു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രോഗ്രാമിന് ആശംസകളോടുകൂടി അറിയിക്കണമെന്ന് വിനീതമായി സാറിനോട് അപേക്ഷിക്കുന്നു. ഈ ആദരവ് നൽകുന്നതിന് വേണ്ടി അജിത് പുനലൂരിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, ഇന്ന് അഗതി മന്ദിരത്തിൽ നാദബ്രഹ്മം സംഗീത കൂട്ടായ്മയുടെ 1ാം വാർഷികമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെയും സഹപ്രവർത്തകരുടെയും ആശംസകൾ അർപ്പിക്കുന്നു. അഗതി മന്ദിരം നല്ല രീതിയിൽ പോകുന്നതിനും മറ്റുള്ളവരുടെ സഹകരണം ഉണ്ടായിരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇവിടെ
എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. താങ്ക് യു സാർ, താങ്ക് യു. നാദബ്രഹ്മത്തിന്റെ പ്രിയ കൂട്ടുകാരൻ അർജുനൻ ചേട്ടനെ ആദരിക്കുന്നതിനായി അമ്പിളിച്ച് ഉണ്ണിയെ ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങാനായി അർജുൻ ചേട്ടൻ വേദിയിലേക്ക്. അടുത്തതായി നാദബ്രഹ്മത്തിന്റെ അഡ്മിന്മാരായ മായ സഞ്ജയനെ ആദരിക്കുന്നതിനായി അർജുൻ ചേട്ടനെ സ്റ്റേജിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇത്രയും ആദരണീയരായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പ്രിയങ്കരിയായ അമ്പിളി ഉണ്ണി അവറുകൾ, ഈ മഹനീയ ചടങ്ങ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയങ്കരനായ റിട്ടയർഡ് അധ്യാപകനും മലയാള സിനിമാ ഗാനങ്ങളെ, പഴയ ഗാനങ്ങളെ ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഓണാട്ടുകരയുടെ ആദരവ് കൂടിയായ പ്രിയങ്കരനായ സുരേഷ് കുമാർ സാറ്, ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ നിശ്ചയിച്ചിരുന്നത് പ്രിയങ്കരനായ വിയപുരം സർക്കിൾ ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയങ്കരനായ PS ധർമ്മജിത്ത് സാറായിരുന്നു. സാർ കൃത്യം 9:30 തന്നെ ഇവിടെ എത്തിച്ചേരുകയും, എന്നാൽ നമ്മുടെ ഈ ചടങ്ങ് തുടങ്ങാൻ അല്പം വൈകിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി സംബന്ധമായി തിരികെ പോകേണ്ടി വന്നു. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം സബ് ഇൻസ്പെക്ടറായ പ്രിയങ്കരനായ സാബു തോമസ് സാറിനെ ഈ ചടങ്ങിലേക്ക് അയക്കുകയും നമ്മളോടൊപ്പം ഈ ചടങ്ങിനോടൊപ്പം ഐക്യദാർഢ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സാബു തോമസ് സാറ്, ഗാന്ധിഭവൻ സ്നേഹവീട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ, ആരോഗ്യവകുപ്പിൽ ജില്ലാ ഓഫീസറായി വിരമിച്ച പ്രിയങ്കരനായ രവീന്ദ്രപിള്ള സാറ്, ഗാനരചയിതാവും ഗാന്ധിഭവൻ കുടുംബത്തിന് പ്രിയങ്കരനുമായ ശ്രീ SS ബിജു, അതുപോലെ ഈ ചടങ്ങിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന, വിദേശത്തിരുന്നു കൊണ്ട് ഈ ചടങ്ങ് കാണുന്നുണ്ടാകും പ്രിയങ്കരനായ വിനോദ് അവർകൾ. അദ്ദേഹം നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും ഗാന്ധിഭവന്റെ പ്രിയമിത്രം മായ സഞ്ജയ് വഴി ഈ ചടങ്ങിന് ഇന്ന് രാവിലെ വരെ കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്യുവാൻ ഫോണിലൂടെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്ത പ്രിയങ്കരനായ വിനോദ് അവർകൾ, നാഗബ്രഹ്മം എന്ന ഈ ഒരു സംഗീത കൂട്ടായ്മയുടെ
പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഗാന്ധി ഭവൻ സ്നേഹവീട് കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഗാന്ധി ഭവൻ സ്നേഹവീട്ടിലെ അച്ഛനമ്മമാർ നിങ്ങളെ സ്വീകരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ 1ാമത് വാർഷികം ഇവിടെ വെച്ച് നടത്തുമ്പോൾ ഈ ഒരു പരിപാടികൾക്കപ്പുറത്ത് ഈ പ്രിയപ്പെട്ട അച്ഛനമ്മമാർക്ക് കുറച്ച് സമയത്തേക്ക് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കിട്ടുന്ന വലിയൊരു സന്തോഷമാണ് നിങ്ങൾ ഈ വാർഷികത്തിൽ പങ്കുവെക്കുന്നത്. അതോടൊപ്പം കാണാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു നന്മയെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇവിടെ അംഗീകരിക്കപ്പെടും. ആ അംഗീകാരം കൊടുക്കുക മാത്രമല്ല, അവർക്ക് ആദരവ് കൊടുത്ത് ആ ആദരവ് മറ്റൊരാൾക്ക് കൂടി സമ്മാനിപ്പിക്കുന്ന ഒരു നല്ല കാഴ്ച കാണുവാൻ കഴിയും. നമ്മളെപ്പോഴും ഒരു കൂട്ടായ്മയാകുമ്പോൾ 1ാം വർഷത്തിലേക്ക് എത്തുന്നു. നമ്മളെല്ലാവരും വിട്ടുവീഴ്ചയുള്ളവരായി മാറും. ഈ ഒരു കുടുംബമായാലും ഒരു കൂട്ടായ്മയായാലും അവിടെയെല്ലാം വേണ്ടത് വിട്ടുവീഴ്ച മനോഭാവമാണ്. അത് തെളിയിക്കുവാൻ 7 വർഷം കൊണ്ട് ഗാന്ധി ഭവൻ സ്നേഹവീടിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 20ഓളം അച്ഛനമ്മമാരാണ് കഴിയുന്നത്. ജീവിതത്തിന്റെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ, കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ബന്ധുക്കളോടൊപ്പം ഒക്കെ കഴിഞ്ഞിരുന്നവർ, ജീവിതത്തിന്റെ വാർദ്ധക്യകാലമായപ്പോൾ ഒറ്റപ്പെട്ടു പോയവർ, അവർ ഈ ഗാന്ധി ഭവൻ സ്നേഹവീട്ടിലേക്ക് എത്തപ്പെട്ടത് പല സാഹചര്യങ്ങളിലൂടെ കടന്ന് എത്തപ്പെട്ടവരുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ കോടതിയും ജനപ്രതിനിധികളുമൊക്കെ നമ്മളോടൊപ്പം ഒരു ജനപ്രതിനിധി ഈ വേദിയിൽ, മുൻ ജനപ്രതിനിധിയായിരുന്നു, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സോമലത ചേച്ചിയുണ്ട്. എപ്പോഴും ഗാന്ധി ഭവൻ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ആളാണ്. അപ്പോൾ ജനപ്രതിനിധികളുമൊക്കെ ഓരോ മനുഷ്യരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ ഞങ്ങളിലേക്ക് എത്തും. ഇന്നലെയും ഇവിടെ ഒരാൾക്ക് സംരക്ഷണം നൽകി, അതിൻ്റെ തൊട്ട് തലേ ദിവസവും ഒരമ്മയ്ക്ക് ഇവിടെ സംരക്ഷണം നൽകുകയുണ്ടായി. നമ്മൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകരുതേ, ഇത്തരം സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ വർദ്ധിക്കരുതേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഓരോ ദിവസവും സാഹചര്യം കൊണ്ട് എത്തപ്പെടുന്ന ആളുകളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ളവർ എന്ത് ചെയ്യുമായിരുന്നു എന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ആദരിക്കപ്പെട്ട ജാനകിയമ്മ ഇന്ന് 95 വയസ്സിന്റെ നിറവിൽ നിൽക്കുകയാണ്. 80ാമത്തെ വയസ്സിൽ ഗാന്ധി ഭവനിൽ എത്തിയതാണ് ജാനകിയമ്മ. തൻ്റെ 4 മക്കളിൽ ഒരാൾ മരണപ്പെട്ടു പോയി. 3 മക്കളെ പോറ്റി വളർത്തുവാൻ വേണ്ടി റോഡ് പണിക്ക് പോയി ഗ്രാവലും മെറ്റിലും തലയിൽ ചുമന്ന ഒരമ്മ. നമുക്കറിയാം, റോഡ് പണി നടക്കുമ്പോൾ ആ ടാറ് റോളറൊക്കെ പോകുമ്പോൾ ആ ചൂട് നമുക്ക് അടുത്ത് നിന്ന് പോലും സഹിക്കാൻ കഴിയില്ല. ആ റോളറിന്റെ വീലിന് വെള്ളമൊഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന, ചൂട് സഹിച്ചും ഒക്കെ തൻ്റെ മക്കളെ പോറ്റി വളർത്തിയ അമ്മ വാർദ്ധക്യകാലം വരെ ജോലി ചെയ്തു. 80 വയസ്സുവരെ മുറിയാതെ അമ്മ ജോലി ചെയ്തു. 80 വയസ്സായപ്പോൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ കുറച്ച് ദിവസം ഒന്ന് വീട്ടിലിരിപ്പായി. ആ സമയത്ത് മരുമകൾ പറയുകയാണ്, ഇപ്പം അമ്മയൊന്നും കൊണ്ടുവരുന്നില്ല, നമുക്ക് അമ്മയെ ചേച്ചിയുടെ വീട്ടിലേക്കാക്കാം. അങ്ങനെ സഹോദരിയുടെ വീട്ടിലെത്തിച്ചപ്പോൾ സഹോദരിയുടെ നിലപാട്, ഇന്നലെ വരെ കിട്ടിയതെല്ലാം നിങ്ങളല്ലേ നേടിയെടുത്തത്, ഇനി ഞങ്ങൾ എന്തിനു നോക്കണം. അവർ തമ്മിൽ വഴക്കായി. ആറന്മുള പോലീസിന് മുമ്പിലെത്തി. ആറന്മുള സർക്കിൾ ഇൻസ്പെക്ടറുടെ മുമ്പിൽ ഈ അമ്മ തൊഴുകൈകളോടെ പറഞ്ഞു, എൻ്റെ മക്കളെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്, എന്നെ ഏതെങ്കിലും അഭയകേന്ദ്രത്തിലാക്കാൻ പറഞ്ഞു. അങ്ങനെ പത്തനാപുരം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഗാന്ധി ഭവൻ. ഡോക്ടർ പുനലൂർ സോമരാജൻ എന്ന മനുഷ്യസ്നേഹി തൻ്റെ ജീവത്യാഗം കൊണ്ട് പടുത്തുയർത്തിയ ഒരു വലിയ കൂട്ടുകുടുംബമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയൊരു മതേതര കാരുണ്യ കൂട്ടുകുടുംബമാണ് പത്തനാപുരം ഗാന്ധി ഭവൻ. ഇന്നവിടെ 1300-ലധികം കുടുംബാംഗങ്ങൾ അധിവസിക്കുന്നുണ്ട്. ഇത്തരം ചെറിയ ശാഖകളിലെല്ലാം കൂടി 2000-ഓളം പേരെ ഈ കേരളത്തിൽ സംരക്ഷിച്ചു പോരുന്ന ഒരു മഹാനായ മനുഷ്യനാണ് ഡോക്ടർ പുനലൂർ സോമരാജൻ സാറ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ 2 ചിത്രങ്ങൾ കാണാം. MA യൂസുഫ് അലി സാറ് 15 കോടി രൂപ മുടക്കി അമ്മമാർക്കൊരു കെട്ടിടം നിർമ്മിച്ചു തന്നു. അവിടെ 1.5 മാസം കഴിഞ്ഞപ്പോൾ അവിടെ 300-ലധികം അമ്മമാരായി. ഇപ്പോൾ അടുത്ത അച്ഛന്മാർക്ക് വേണ്ടി 20 കോടി രൂപ മുടക്കി അദ്ദേഹം തന്നെ അടുത്തൊരു കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള വയോജനങ്ങൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാം കൂട്ടായ്മകളിൽ ഈ നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ നിങ്ങളുടെ വാർഷികങ്ങൾ ഇത്തരത്തിലാക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം കൂടിയാണ്. അവർക്കെല്ലാം കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണ് ഇത്തരം അമ്മമാരുടെ അവസ്ഥ നമ്മുടെ ആർക്കും ഉണ്ടാകരുത് എന്ന് കൊടുക്കുന്ന വലിയൊരു സന്ദേശമാണ്. അങ്ങനെ ജാനകിയമ്മ 80-ാമത്തെ വയസ്സിൽ കറവപ്പശുവിൻ്റെ കറവ വറ്റുമ്പോൾ അറക്കാൻ കൊടുക്കുന്നത് പോലെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട അമ്മ ഇന്ന് ഗാന്ധി ഭവനിൽ സന്തുഷ്ടയാണ്. കാരണം 4 വർഷങ്ങൾക്ക് മുമ്പ് 90-ാമത് ജന്മദിനം ഇതുപോലെ ഈ വേദിയിൽ ഇവിടെ ആഘോഷിക്കപ്പെട്ടു. അന്ന് നവതി ആഘോഷത്തിന് 2 മന്ത്രിമാരാണ് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും കൃഷിമന്ത്രി പി പ്രസാദ് അടക്കമുള്ളവർ അമ്മയ്ക്ക് ആശംസയുമായി എത്തുകയാണ്. അമ്മയ്ക്ക് ആലപ്പുഴ ജില്ലയുടെ കളക്ടർ കൃഷ്ണതേജ സാറ് സമ്മാനവുമായി എത്തുകയാണ്. അങ്ങനെ 3 മക്കൾക്ക് പകരം 300-ലധികം മക്കൾ സമ്മാന പൊതികളുമായി വന്ന ഒരു വലിയ ചരിത്രം ജാനകിയമ്മയ്ക്കുണ്ട്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരെയും ഞാൻ കൂടുതൽ സമയം കവർന്നെടുക്കുന്നില്ല, കാരണം ഇനി നിങ്ങളുടെ ഒരുപാട് കലാപരിപാടികൾ നടക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ഒന്നിലേക്ക് നീട്ടുന്നില്ല. ഇവിടെ വനിതാ ശിശു വികസന വകുപ്പിന്റെ ഒരു ഗാർഹിക പീഡനം നിരോധന നിയമപ്രകാരം വരുന്നവർക്കുള്ള സൗജന്യ സേവനം കൊടുക്കാനുള്ള ഒരു സെന്ററായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. സർവീസ് പ്രൊവൈഡിംഗ് സെന്റർ. അതിന് സർക്കാർ അംഗീകാരം ലഭിച്ചു. ഇവിടെ ഗവൺമെന്റ് ഒരു അഡ്വക്കേറ്റിനെ നിയമിച്ചിട്ടുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ആ വക്കീലിന്റെ സേവനം ഇവിടെ സൗജന്യമായി ലഭിക്കുന്നു. ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ലൈബ്രറി ഇവിടെ ഉണ്ട്. അത് ഇവിടുത്തെ അച്ഛനമ്മമാർ ഒഴിവു സമയങ്ങളിൽ വായിക്കുകയും പുറത്തുള്ളവർക്ക് ഇവിടെ വന്ന് വായിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന, പുസ്തകങ്ങൾ എടുക്കാനും കഴിയുന്ന ഒരു ലൈബ്രറി ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിന് ഉടൻ തന്നെ അതിന് അംഗീകാരം കിട്ടുകയാണ്. അംഗീകാരം കിട്ടുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഇത്തരം അഭയ കേന്ദ്രങ്ങളിൽ ലൈബ്രറിയുള്ള, അംഗീകാരമുള്ള ലൈബ്രറിയായി ഗാന്ധി ഭവൻ സ്നേഹവീടിന്റെ ലൈബ്രറി മാറുകയാണ്. രണ്ടാമതൊരു സന്തോഷം, അടുത്ത വർഷം ചിലപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഇവിടെ കയറുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പല അച്ഛനമ്മമാരും 5-ാം ക്ലാസ് പാസ്സായിട്ട് 7-ാം ക്ലാസ് പാസ്സായിട്ടായിരിക്കും ഇവിടെ ഇരിക്കാൻ പോകുന്നത്. കാരണം സാക്ഷരതാ മിഷന്റെ തുല്യതാ പരീക്ഷ എഴുതാൻ പലരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആധാർ ഇല്ലെന്നുള്ള ഒരു വലിയ പ്രയാസമായിരുന്നു. അത് കളക്ടർ ഇടപെട്ടുകൊണ്ട് എല്ലാവർക്കും ആധാർ കിട്ടുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. പിന്നെ ഇവർക്കിടയിൽ ഒരു പഞ്ചായത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരിൽ നിന്ന് 6 പേരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കും. അങ്ങനെ ബാക്കിയുള്ളവർ ബാലറ്റിലൂടെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന 3 പേർ നിയന്ത്രിക്കുന്ന ഒരു പഞ്ചായത്തുണ്ട്. പഞ്ചായത്തിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ചിത്രാദേവി അമ്മ BA സോഷ്യോളജി ബിരുദം നേടിയ ആളാണ്. മറ്റൊരു പഞ്ചായത്ത് അംഗം ജാനകിയമ്മയാണ്. മറ്റൊരു പഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട അജയകുമാർ ഏട്ടനാണ്. അദ്ദേഹം കൊല്ലം ജില്ലയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, സായാഹ്ന ശബ്ദം എന്ന ഒരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിന്റെ ബ്യൂറോ ചീഫ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സൈഡ് പാരാലിസിസ് വന്ന് കിടപ്പായപ്പോൾ ആരും നോക്കാനില്ലാതായിപ്പോയി. അങ്ങനെ അവസാനം ഗാന്ധി ഭവനിലെത്തി ഫിസിയോതെറാപ്പി ചെയ്തു. അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടപ്പോൾ ഇന്ന് അദ്ദേഹം അഭിമാനത്തോടെയാണ് നിങ്ങൾക്കിടയിൽ ഇരിക്കുന്നത്. കാരണം 200 പേജുള്ള ഒരു നോവൽ ഇവിടെ ഇരുന്ന് എഴുതി പൂർത്തീകരിച്ചിട്ട് അടുത്ത മാസം ഞങ്ങൾ അതിന്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ്. അഭയ കേന്ദ്രത്തിലെ ഒരു കുടുംബാംഗം എഴുതുന്ന ആദ്യത്തെ നോവലായിട്ട് അത് മാറുകയാണ്. അങ്ങനെ അനേകം സന്തോഷങ്ങളുണ്ട്. ഈ സന്തോഷങ്ങൾ നിങ്ങൾ ഇന്ന് വൈകിട്ടിനുള്ളിൽ ഓരോരുത്തരിൽ നിന്ന് മനസ്സിലാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ നന്മകളും. എൻ്റെ ഈ ശബ്ദം പ്രിയപ്പെട്ട വിനോദ് അവர்கள் ശ്രവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എനിക്ക് ഒരു മികച്ച സംഘാടകൻ. കാരണം ആ പരിചയപ്പെട്ട ദിവസം മുതൽ ഇന്ന് പുലർച്ചെ വരെ എല്ലാ ദിവസവും എന്നെ വിളിക്കുന്ന ഒരാളായി അദ്ദേഹം മാറി. ഇത് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയാണ്. ആ പ്രിയപ്പെട്ട വിനോദിൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം. ഗാന്ധി ഭവന് പ്രിയപ്പെട്ട മായ സഞ്ജയ്, ശ്രീദേവി അന്തർജനം അടക്കമുള്ളവർ നിങ്ങളോടൊപ്പം ഉണ്ടെന്നറിയുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവേശ്വരൻ ഇതിന്റെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ നന്മകൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സുപ്രസിദ്ധ സിനിമാ താരം അമ്പിളി ഔസഫിനെ ആദരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിന് വേണ്ടി മായ സഞ്ജയനെ ക്ഷണിക്കുന്നു.
പ്രിയമുള്ളവരെ, അടുത്തതായി നാദബ്രഹ്മ സംഗീത കൂട്ടായ്മയുടെ 1ാം വാർഷികാഘോഷം മനോഹരമാക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുവിടെത്തിയ സുപ്രസിദ്ധ സംവിധായകൻ ജയരാജ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരവ് നൽകുന്നതിനായി ബഹുമാനായ സാബു തോമസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. 1ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഇന്നത്തെ ഈ യോഗത്തിലെ ആശംസകൾ അർപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ട ജയരാജ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ നാദബ്രഹ്മം കൂട്ടായ്മയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് വിനോദ് ഇങ്ങനൊരു ചടങ്ങിനെ പറ്റി പറയുകയും ഞങ്ങൾ ഈ ദിവസം ഇപ്പോൾ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ ഷൂട്ടിങ്ങിൻ്റെ തീർത്തിട്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് പോകുന്നതോടെ ഞങ്ങളിവിടെ എത്താമെന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് എത്താൻ പറ്റിയില്ല, അല്പം വൈകിപ്പോയി. റോഡ് പണിയൊക്കെ നടക്കുന്നുകൊണ്ടാണ് അല്പം നമ്മൾ പ്രതീക്ഷിച്ച വേഗത്തിലെത്താൻ പറ്റിയില്ല. അപ്പോൾ അതിനോട് ക്ഷമ ചോദിക്കുന്നു. ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. കാരണം സ്നേഹഭവൻ ഗാന്ധി ഇങ്ങനെയുള്ളൊരു സ്ഥാപനം, ആ സ്ഥാപനത്തെപ്പറ്റി വളരെ വിശദമായിട്ട് ഇവിടുത്തെ അന്തേവാസികളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ മുൻപ് പ്രസംഗിച്ച ആൾ പറഞ്ഞു. അപ്പോൾ അത്തരം ഒരു ദൈവികമായ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരിടത്താണ് വരാൻ കഴിഞ്ഞത് എന്നുള്ളതിൽ വലിയ സന്തോഷം. ഇവിടെ എത്തിച്ച വിനോദിനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ കൂട്ടായ്മ, നാദബ്രഹ്മത്തിൻ്റെ കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സാർ. ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിന്. അതിലുപരി വിനോദേട്ടന് നന്ദി പറയുന്നു. കുറേ വൈകി. എനിക്ക് ജ്യേഷ്ഠ തുല്യനാണ് ശരിക്കും. അവരുടെ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആരെയും കാണാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. നമ്മുടെ നാദബ്രഹ്മം എല്ലാവരും ആദ്യമായിട്ടാണ് ഗ്രൂപ്പിലൂടെ കണ്ടിട്ടുള്ള പരിചയവും ഒക്കെ ഉള്ളൂ. ഒരുപാട് സന്തോഷം എല്ലാവരും നേരിട്ട് കാണാൻ പറ്റിയില്ല. ക്ഷമ ചോദിക്കുന്ന എല്ലാവരോടും കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റിയില്ല. കഴക്കൂട്ടത്തിൽ നിന്ന് ഒരുപാട് നേരത്തെ ഇറങ്ങിയതാണ്. ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതിന് സോറി. അപ്പം എല്ലാവരും പരിചയപ്പെടാം. സന്തോഷം. വിനോദേട്ടൻ നന്ദി. ഓക്കെ, താങ്ക് യു എല്ലാവരോടും. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ മഹത്തായ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രത്യേക ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്ന് 8 മണിയായപ്പോൾ സാർ ഇവിടെ എത്തിച്ചേർന്നു. നമ്മുടെ അസൗകര്യം കാരണം സാർ തിരിച്ചുപോയി. പകരം സാറിൻ്റെ ഒരു പ്രതിനിധിയെ ഇവിടെ അയച്ചു. സാബു തോമസ് സാറിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് പ്രത്യേക ഒരു നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ ചീഫ് അഡ്മിൻ വിനോദ് ചേട്ടനാണ്. പുള്ളി ഊണും ഉറക്കവും ഇല്ലാതെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ചേട്ടന് ഞങ്ങളുടെ അഡ്മിൻസിൻ്റെയും ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. അതുപോലെ പത്രദീപ പ്രകാശനം നിർവഹിച്ച ശ്രീ സുരേഷ് കുമാർ സാർ, ഞങ്ങളുടെ ക്ഷണപ്രകാരം എത്തിച്ചേർന്ന സിനിമാ താരം ശ്രീമതി അമ്പിളി ഔസെ, ആശംസകൾ അറിയിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്നേഹവീട്ടിലെ ഡയറക്ടർ മുഹമ്മദ് ഷമീർ, പിന്നെ ഞങ്ങളുടെ അക്കോക്കിലെ ഒരു രവീന്ദ്രൻപിള്ള സാർ എത്തിയിട്ടുണ്ട്. സാർ അറിയാതെ ഇവിടെ വന്നതാണ്. സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് പലവിധ തിരക്കുകളും അവഗണിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ മെമ്പേഴ്സ്, മറ്റ് വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ സ്നേഹവീട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാർ, എല്ലാവർക്കും നാദബ്രഹ്മത്തിൻ്റെയും അഡ്മിൻസിൻ്റെയും നന്ദി അറിയിച്ചു. നന്ദി, നമസ്കാരം. നമ്മുടെ എല്ലാവരും ഇന്ന് നാദബ്രഹ്മത്തിൻ്റെ ഒരു വർഷത്തേക്ക് കൂടിയിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ.
നമ്മളെ വിനോദേട്ടൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ഗ്രൂപ്പാണ്. അത് പുള്ളിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. ചീഫ് അഡ്മിൻ വിനോദേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് ഒരുപാട് എഫേർട്ട് എടുത്ത് എവിടെ ആണെന്ന് പറഞ്ഞാലും പുള്ളി അതുപോലെ എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഗ്രൂപ്പിൽ കയറി ഒരു മെസ്സേജെങ്കിലും ഇട്ടിട്ടേ പുള്ളി പോവുകയുള്ളൂ. അതിൽ ഒരുപാട് നന്ദി, എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. കാര്യം പുള്ളിയുടെ അതുപോലെ ജോലി തിരക്കാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി എഫേർട്ട് എടുക്കുന്ന വിനോദേട്ടന് ഒരുപാട് നന്ദി. വിനോദേട്ടന് ഇല്ലാത്തതിൽ ഒരുപാട് ദുഃഖമുണ്ട്. ഏതായാലും വിനോദം ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ പ്രോഗ്രാമൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ സമയം പരിമിതിയുണ്ട്. നമുക്ക് എന്താ പറയുക, ഒരുപാട് പ്രോഗ്രാം നടത്തേണ്ടതായിട്ടുണ്ട്. ആരും പോകരുത്. എല്ലാവരും നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് വൈകുന്നേരം മാത്രമേ പോകാവൂ. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. ഇതോടുകൂടി ഇന്നത്തെ യോഗ നടപടികൾ ഇവിടെ പൂർത്തീകരിക്കുന്നു. ഇനി അടുത്ത നമുക്ക് ഗാനമേള പ്രോഗ്രാമാണ്. ഓക്കെ, ഒരു ചൊല്ലിലൂടെ വികസിപ്പിച്ചെടുത്തൊരു പാട്ട് പാടി നമുക്ക് ഗാനമേളയിലേക്ക് കിടക്കാം. നാഴിയൊരു പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. നാഴിയുരിപ്പാലുകൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. മാനത്തൊരു പൊന്നോണം. നാഴിയുരിപ്പാലുകൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. മാനത്തൊരു പൊന്നോണം. തുളസിക്കഥ നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി, പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ. തുളസിക്കഥ നുള്ളിയെടുത്തു കണ്ണാ 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 കണ്ണാ. നാഴിയുരിപ്പാലുകൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. മാനത്തൊരു പൊന്നോണം. മണ്ണിന്റെ തട്ടമിട്ടു ചന്ദ്രമയിലേ, സുമയാൽ കണ്ണെഴുതി താരകൾ നീലേ. അന്തിക്കു പടിഞ്ഞാറേ ചെന്തെങ്ങിൻ പൂല വെട്ടി, കല്യാണ വീട്ടിലാരോ പൂമുല്ല പന്തലൊരുക്കി. പൂമുല്ല പന്തൽ നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. മാനത്തൊരു പൊന്നോണം. പ്രിയമുള്ളവരെ, ഈ ചെറിയ പരിപാടിക്ക് നല്ല സംവിധാനം ഉണ്ടാക്കി തന്ന ഇതിന്റെ ഓർക്കസ്ട്രക്കാരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പാട്ട് എഴുതിയ മാഷിനെ ഓർത്തിരിക്കുക. മഞ്ഞണി പൂനിലാവ് പകർന്നു തന്ന മാഷ്. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ, മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ. മഞ്ഞണി പൂനിലാവ്. നന്ദി, നമസ്കാരം. ഹലോ,
തിരിച്ച് പിടി. ആ